നമസ്കാരം. മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു വീടാണ് കേട്ടോ. നല്ല അടിപൊളി വീടാണ്. ഒരു പഴമയുടെ ഒരു പ്രൗഢിയുണ്ട്. കുറച്ച് പഴക്കമുണ്ട്. എത്ര പഴക്കം എന്നുള്ളത് നമ്മൾ എഞ്ചിനീയറെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് കാണിക്കണം. നമ്മളത് ചോദിച്ചിട്ടില്ല. അതെന്തായാലും നമുക്ക് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന വീടാണ് നമ്മുടെ മുതൽ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 2-3 കാറ് നമുക്ക് ഉമ്മർത്ത് നിർത്താം കേട്ടോ. അത്രയ്ക്കുമുണ്ട്. കാറൊന്നല്ല, ഒരു ടിപ്പർ വേണമെങ്കിൽ നമുക്ക് വണ്ടി കയറ്റിയിടാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ മുമ്പിലും സൈഡിലും ഒക്കെ സ്ഥലമുണ്ട്. ഈ കല്ലുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്പേസ് ആവും കേട്ടോ. മൊത്തത്തിൽ വീടിന് ചുറ്റും അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 12 സെൻറ്റ് സ്ഥലം ആധാരത്തിലുണ്ട്. ആധാരത്തിൽ 12 സെൻറ്റ് സ്ഥലമാണെങ്കിലും നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഏകദേശം 14 സെൻറ്റോളം സ്ഥലം ഉണ്ടാവും, പഴയ കോലളവായതുകൊണ്ട്. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2400 സ്ക്വയർ ഫീറ്റാണ് വീടിന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതാണ്. 4 ബെഡ്റൂം ഉണ്ടെങ്കിലും ഈ 4ന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിന് പുറമെ നമ്മുടെ പുറത്തുനിന്നുള്ള ഒരു ബാത്റൂമിൻ്റെ ഡോറാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഇത് നമ്മൾ വീടിന് ഇങ്ങനെ ബൗണ്ടറി തിരിച്ചിരിക്കുക കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തും നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ വീടിൻ്റെ സ്ഥലമുള്ളത്. ഇത് നമ്മൾ വീടിനെ ബൗണ്ടറി തിരിച്ചിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊന്നും വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്ത ഒരു ഏരിയയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം എപ്പോഴും വറ്റാത്ത കിണർ തന്നെയാണ്, വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ സൈഡിലുള്ള സ്ഥലമാണ്. കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ടും നമുക്ക് ഈ കാണുന്ന സൈഡിലുള്ള ഇത്രയും സ്ഥലങ്ങൾ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്തിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് പറയുക. ഈ കയറി പോണതാണ് ഹാള്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ്. ആ ഒരു എന്താ പറയുക, പണ്ടത്തെ ആ ഒരു റിച്ച്നെസ് അവരത് ഇതിലുണ്ട്. പിന്നെ കയറി പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ 1-2 കവാടങ്ങളൊക്കെ പോലെ കാണാം. ഇതാണ് നമ്മുടെ കയറി വന്നതുള്ള ബെഡ്റൂം. ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്, കുറച്ച് പഴയ വർക്കാണെങ്കിലും പഴയ വീടാണെങ്കിലും ഇവിടെ നമുക്ക് ബാത്റൂമുള്ളത് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാര്യം അതിൻ്റെ ഒരു ഡോറും മറ്റേ കബോർഡുകളുടെ ഡോറും ഏകദേശം സിമിലാരിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ ഇത് എല്ലാ റൂമിലും ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാ റൂമിലും ഈ ഒരു ടൈപ്പിലാണ് ബാത്റൂം പണിയെടുത്തിരിക്കുന്നത്. അതിലൊരു ബ്രില്യൻസ് ഉള്ള പോലെ തോന്നി. അത് നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് നല്ല വിശാലമായിട്ടൊരു അടുക്കളയാണ്. അടുക്കളൻ്റെ ഒരു തൊട്ടടുത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ്, അതായത് താഴത്ത് നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം കുറച്ചുകൂടി വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ബാത്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് കാണുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറാണെന്ന് നമുക്ക് തോന്നില്ല. ഞാൻ ആദ്യം ഇതൊരു ബാത്റൂം ഇല്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലുള്ള പല വെറൈറ്റി വീടുകൾ നമ്മുടെ അടുത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വീടിന് കുറച്ച് പഴക്കമുണ്ട്. അത് കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുത്താൽ തന്നെ അറിയുള്ളൂ. കയറി വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇടനാഴി ഒരു ഹാള് പോലെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. തൊട്ടടുത്ത് തന്നെ വേറൊരു ബെഡ്റൂമും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഏറെക്കുറെ അവിടുത്തെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും. ഇതാണ് അടുത്തൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ബാൽക്കണി. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ VIP അല്ല VVIPകളാണ്. കുറച്ച് നല്ല റിച്ചായിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പരിസരത്തൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്താണ് ഈ കാണുന്ന ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പള്ളി, അമ്പലം, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് ഇത് വരുന്നത്. ഈ വീടിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീട് നേരിട്ട് കാണാൻ വരണേ. അതുപോലെ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതലും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം. അപ്പോൾ മറ്റൊരു വീടും അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ശുഭദിനം തരുന്നു. ഓക്കെ, ബൈ ബൈ.